ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ലവനായ ഒരു യുവ സുഹൃത്തിൽ നിന്ന് ലഭിച്ച ഒരു ഫോൺ സന്ദേശം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി. അതിൽ കൂടെ അദ്ദേഹം പ്രതിപാദിച്ച പ്രശ്നം ക്രിസ്തീയ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏവരെയും ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ ബാധിക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഞാൻ നടത്തിയ രഹസ്യ സംഭാഷണത്തിന് പുറമെ ഈ വിഷയത്തെ പറ്റിയുള്ള എൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിലപാട് ഏവരുമായി പങ്കിടുന്നത് പ്രയോജനപ്പെടും എന്ന് വ്യക്തമായി ബോധ്യം വന്നതിന് ശേഷമാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുവാൻ ഞാൻ തീരുമാനിക്കുന്നത്. എന്താണ് ആ യുവാവ് എന്നെ അറിയിച്ച പ്രശ്നം? നമുക്ക് ആ യുവാവിന് അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, വ്യക്തിപരമായ പ്രത്യേക സൂക്ഷ്മ അറിവുകളും പേഴ്സണൽ ഡീറ്റെയിൽസും വെളിപ്പെടുത്തുന്നില്ല. അത് അത്ര പ്രാധാന്യമർഹിക്കുന്ന കാര്യമല്ല. നമുക്ക് അദ്ദേഹത്തിന് സാങ്കല്പികമായി റോബിൻ എന്ന പേര് കൊടുക്കാം. റോബിൻ. അപ്പോൾ റോബിൻ എന്നെ വിളിച്ച് അദ്ദേഹം ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൻ്റെ പാത പിൻപറ്റുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നൊരു യുവാവാണ് എന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് റോബിൻ എന്നോട് ഏതെങ്കിലും പ്രശ്നം ഉന്നയിച്ചാൽ ഞാനതിന് പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാനിപ്പോൾ പ്രസ്താവിച്ചത് സത്യമാണ് എന്നൾക്ക് ബോധ്യപ്പെടും. റോബിൻ എന്നെ അറിയിച്ച എന്നോട് പങ്കിട്ട റോബിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരു, അത് കത്തനാരായിക്കൊള്ളട്ടെ, മെത്രാനായിക്കൊള്ളട്ടെ, പെന്തക്കോസിലെ പാസ്റ്ററായിക്കൊള്ളട്ടെ, ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെ തലതൊട്ടപ്പന്മാരായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ മേൽ ആത്മീയ അധികാരം നിലനിർത്തുവാൻ, അടിച്ചേൽപ്പിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ഏവരും ഈ ബ്രാക്കറ്റിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ, അദ്ദേഹം ആത്മീയമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് യാതൊരു വിലയുമില്ല, അവർ പാപികളാണ്, അവർ വെറും പിണ്ണാക്കാണ്, അതുകൊണ്ട് ആരും അധികമൊന്നും നിഗളിക്കേണ്ട, എല്ലാവരും സൗമ്യതയോടൊക്കെ നിൽക്കണം എന്ന ഒരു താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ദീർഘകാലം കേട്ട് മനസ്സ് പുണ്ണായ ഈ വ്യക്തി ആകസ്മികമായി നമ്മുടെ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ വന്നെത്തുകയും അതിൽ കൂടെ അദ്ദേഹത്തിന് ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവിനോട് ഈ വിഷയം സംസാരിക്കുവാൻ ധൈര്യം ആർജിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവിനോട് പറഞ്ഞു, വേദപുസ്തകത്തിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം മനുഷ്യർക്ക് അപ്രമേയമായ വില കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി 2 വേദപുസ്തക ഭാഗങ്ങൾ ഉപയോഗിച്ചു. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന് പഴയ നിയമത്തിൽ നിന്നാണ്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ വളരെ ശ്രദ്ധേയമായൊരു പദപ്രയോഗമുണ്ട്, പുഴുവായ യാക്കോബേ. അപ്പോൾ ഈ യുവാവിൻ്റെ മുഖത്തടിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഇടയനായ ഈ മാന്യദേഹം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്, നീ വലിയ വില ഉണ്ടെന്നും പറഞ്ഞ് നിഗളിച്ച് നടക്കണ്ട, പുഴുവായ യാക്കോബേ. യാക്കോബ് പുഴുവാണെങ്കിൽ നീ ആരാടാ എന്ന ഒരു പ്രതികരണമാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ച ഈ ആത്മീയ ഗുരു ചെയ്യാതിരുന്ന കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ അല്പം ഒന്ന് സൂചിപ്പിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ
14-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ 2 വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. പുഴുവായ യാക്കോബേ. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത് തുടർച്ചയായി ഒന്ന് വായിക്കുമ്പോൾ ആ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലം മനസ്സിലാകുകയും ഈ ആത്മീയ ഗുരു ഉദ്ദേശിച്ചതിന് ഘടകവിരുദ്ധമാണ് ആ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുകയും ചെയ്യും. നമുക്കൊണ്ടൊന്ന് വായിക്കാം. ഞാൻ വളരെ സാവകാശത്തിൽ വായിക്കാൻ പോകുകയാണ്. പുഴുവായ യാക്കോബേ, ഇസ്രയേൽ പരിശയെ ഭയപ്പെടേണ്ട. പുഴുവായ യാക്കോബേ, ഇസ്രയേൽ പരിശയെ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. പുഴുവാണെങ്കിൽ ഭയപ്പെടണമല്ലോ. ഏത് സമയത്തും ആരെങ്കിലും ചവിട്ടി അരച്ച് കൊല്ലാം. പുഴു. നീ ഭയപ്പെടേണ്ട. എന്ന് മാത്രവുമല്ല പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നത് നിൻ്റെ വിലയുടെ മാനദണ്ഡമാണ്. നമ്മൾ പുഴുവിനെ അങ്ങനെ സഹായിക്കാനായിട്ട് പോകാറില്ല. നാം പുഴുവെന്ന വാക്കുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് വിലയില്ലാത്ത ഏതോ നികൃഷ്ട ജന്തു എന്നാണ്. പുഴുവിനെ കണ്ടാൽ തൂത്ത് കളയണം, പെറുക്കി വല്ലോടത്ത് എറിഞ്ഞ് കളയണം, നമ്മുടെ അടുത്തെങ്ങ് വരാൻ സമ്മതിക്കരുത്, ശല്യമാണ് എന്ന ഒരു ധാരണ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ദൈവം അങ്ങനെയല്ല കാണുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ സഹായിക്കും. കാരണം നീ എൻ്റെ ഫോർമോസ്റ്റ് അജണ്ടയാണ്. ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നീ പുഴുവാണ്, പക്ഷേ നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രത്യേകതയായ നിൻ്റെ അരിഷ്ടത, വിലയിടിവ്, ഇതിൽ നിന്ന് നിന്നെ രക്ഷിച്ച് നീ അർഹിക്കുന്ന ദൈവം നിനക്കായി വിഭാവന ചെയ്ത അതുല്യമായ വില നിനക്ക് തിരിച്ചു കിട്ടത്തക്കവണ്ണം നിന്നെ സഹായിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു യഹോവയുണ്ട്. There is a God who is keen and eager to restore to you the great worth that was your true inheritance. അതാണ് എൻ്റെ അർത്ഥം. നീ നിന്നെ തന്നെ പുഴുവാക്കി. നിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇതല്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ പുഴുവാക്കാൻ കഴിയും. ഭൂരിപക്ഷം ആളുകളും അങ്ങനെ സ്വയത്തെ പുഴുവാക്കി, വ്യക്തിത്വത്തെ പുഴുവാക്കി, അതാണ്ട് വലിയ നേട്ടമാണ്, ഭക്തിയാണെന്ന് മാരകമായ മണ്ടത്തരം തെറ്റിദ്ധാരണ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവരാണ്. അതിന് സഹായിക്കത്തക്ക ശുശ്രൂഷകളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ 1-2 വാക്കുകൾ മാത്രം വായിച്ച് കണ്ണടച്ച് കളയാതെ അത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ എവരും ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ ഉപദേശം പരത്തി ആളുകളെ കയറുകൊണ്ട് കെട്ടിയിട്ട് കറവ പശുക്കളെ പോലെ ഉപയോഗിക്കുന്ന ഈ നികൃഷ്ടമായ സമീപനത്തെ അത് വേണ്ട വിധത്തിൽ സത്യത്തിൽ തിരിച്ചറിയാൻ കഴിയും. പിന്നെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇതുവരെ വായിച്ചത് 14-ാം വാക്യമാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായമാണ് നാം ഇവിടെ റെഫർ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. 15-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പുഴു. ഇവിടെ ആവർത്തിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുഴുവായ യാക്കോബേ, എന്താണ്? ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കിയിരിക്കുന്നു. അതൊരു പാസ്റ്ററും ഒരു പുരോഹിതനും ഒരു മെത്രാനും പറയുകയില്ല. നിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇതല്ല നിൻ്റെ അവസ്ഥ. ഞാൻ നിന്നെ പുതുതാക്കിയിരിക്കുന്നു. ഈ ഒരു ദർശനം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ അധികം ഉണ്ടെന്ന് നമുക്കറിയാം. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പക്ഷേ പുതിയ സൃഷ്ടിയാവൻ എപ്പോഴും പറയുന്നത് ഞാൻ പുഴുവാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്, പക്ഷേ പുഴുവാണ്. അപ്പോൾ ഞാൻ പുതിയ സൃഷ്ടിയായ പഴയ പുഴുവാണ് എന്ന് പറയുന്ന മണ്ടത്തരത്തിൻ്റെ ഈ അന്ധകാരം എന്താണ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്? യേശുവിൽ ഞാൻ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ രൂപാന്തരം പ്രാപിച്ച ശേഷം, പുതിയ ജനനം പ്രാപിച്ച ശേഷം, പുതിയ ഒരു വ്യക്തിത്വം പ്രാപിച്ച ശേഷം ഞാൻ രൂപാന്തരം പ്രാപിച്ച പഴയ പുഴുവാണ്. അതിനപ്പുറത്തോട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, അയ്യോ, ഈ ഒരവസ്ഥ
ഇതിനേക്കാൾ പരിതാപകരമായ ഒരവസ്ഥ വിഭാവന ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു അവസ്ഥയിൽ ജനങ്ങളെ കൊണ്ടാക്കി വെക്കുന്നത്, ആ അവസ്ഥയിൽ ജനം അരിഷ്ടത അനുഭവിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുവാൻ, സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുവാൻ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അപ്പോൾ പഴയത് അങ്ങനെയാണ്. ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരുത്തന് ഒരു വലിയ രോഗം പിടിച്ചു, കുഷ്ഠരോഗം പിടിച്ചു. നമുക്കറിയാം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വരുന്നു. ആ രോഗമുള്ളപ്പോൾ അവൻ പുഴുവാണ്, യാതൊരു സംശയവുമില്ല. ആരും അവനെ തൊടാൻ, അടുത്ത് വരാൻ, അവനോട് ഇടപെടാൻ കൂട്ടാക്കുകയില്ല. എന്നാൽ അവനെ യേശു സൗഖ്യമാക്കിയ ശേഷം ആ പുഴുവായ കുഷ്ഠരോഗിയെ എന്ന് പറയുന്നതിന് തുല്യമാണിത്. നാം യേശുവിനാൽ സൗഖ്യം പ്രാപിച്ചവരാണ്, യേശുവിനാൽ രൂപാന്തരം പ്രാപിച്ചവരാണ്, നാം പുതിയ സൃഷ്ടിയാണ്, നാം ദൈവമക്കളാണ്. അതുപോലെ പഴയ പുഴുവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാസ്റ്ററും പുരോഹിതനും മെത്രാനും. ആ പുഴുവിനെ വിട്ടാൽ മെത്രാൻ്റെയും പാസ്റ്റർമാരുടെയും പ്രവാചകന്മാരുടെയും നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ നികൃഷ്ട ജീവികളാണിവർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ജനത്തോട്, വ്യക്തികളോട്, വിശ്വാസികളോട് ചെയ്യുന്ന അപരാധത്തിൻ്റെ ആധിക്യം എന്നെ നന്നായി അലട്ടുന്നത് കൊണ്ടാണ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പദം ഞാൻ ഉപയോഗിക്കുന്നത്. നാം ഒരിക്കലും പുഴുവല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തൽക്കാലം ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതുപോലെ ഇത് മറ്റൊരു ഭാഗം എൻ്റെ കൂടെ പഠിപ്പിച്ചൊരു വ്യക്തി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആന്ധ്രക്കാരൻ ക്രിസ്ത്യാനി. അദ്ദേഹം വളരെ എരിവുള്ള ഒരു ഇവാഞ്ചലിക്കൽ ഫയർ ബ്രാൻഡാണ്. ഇതേ സോക്കേടാണ്. അപ്പോൾ എന്നേക്കാൾ ഒരു 2-3 വർഷം ജൂനിയറാണ്. പക്ഷേ എപ്പോഴും എൻ്റെ തലയിൽ കയറിയിരിക്കണമെന്ന് പുള്ളിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഗം ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കും. അത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്. 64-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ഞാനത് വായിച്ചു പോകുകയാണ്, വിശദീകരിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചു കളയുന്നു. നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവരും ആരുമില്ല. അപ്പോൾ ഇദ്ദേഹം എന്നെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരുന്നത്, നീ കറ പുരണ്ട വസ്ത്രമാണ്, നീ ഒരു മനുഷ്യൻ പോലുമല്ല, ഒരു പുഴുവിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. പക്ഷേ ഈ സുദർശൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഈ ഇവാഞ്ചലിക്കൽ ഫയർ ബ്രാൻഡ് എനിക്ക് കൽപ്പിച്ച് തന്നിരുന്ന ഒരു ഇടം ഞാൻ കറ പുരണ്ട കീറിപ്പറഞ്ഞ തുണിയാണ്, സ്റ്റെയിൻഡ് ഡേർട്ടി റാക്സ്. ഞാൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സ്റ്റെയിൻഡ് ഡേർട്ടി റാക്സ്. പക്ഷേ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വിവരിക്കാൻ തുടങ്ങിയാൽ സമയം കൈവിട്ടു പോകും, സമനിലയും കൈവിട്ടു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വേദപുസ്തകം കൈയാളുന്ന വിധം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ റോബിനിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു രണ്ടാമതെടുത്ത് അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ച ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. നമുക്കതും കൂടെ ഒന്ന് വായിച്ചിട്ട് മുൻപോട്ട് പോകാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നതാണ്. നമുക്കറിയാം കൊരിന്ത് അന്ന് ഗ്രീസിൻ്റെ ഭാഗമാണ്, ഒരു ഹൈ കൾച്ചർ. അങ്ങനെയുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് ആരെയാണ് വേണ്ടത്? ഭോഷന്മാരെയാണ് വേണ്ടത്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലമായത് തിരഞ്ഞെടുത്തു, ഉള്ളത്
ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ അജ്ഞാനികളായി തുടരണമെന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ ഭോഷന്മാരെ തുടരണമെന്നാണോ അർത്ഥം? നമ്മൾ നികൃഷ്ടരായി തുടരണമെന്നാണോ അർത്ഥം? ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. കാരണം എന്താണ്? ലോകത്തിൽ ജ്ഞാനികളെന്നും വിവേകമുള്ളവരെന്നും മെച്ചമുള്ളവരെന്നും സ്വയം ധരിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ദൈവത്തിന് ചെവി കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആഹ്വാനം ശ്രവിക്കുവാനും സ്വീകരിപ്പാനും മനസ്സില്ലാത്തവരെ മറികടന്നിട്ട് ദൈവത്തിൻ്റെ ആഹ്വാനം ശ്രവിക്കുവാൻ മനസ്സുള്ള ആളുകളെ, അതായത് സൗമ്യതയുള്ളവരെ സമീപിച്ചു, തിരഞ്ഞെടുത്തു. അവർ പ്രതികരിച്ചു. യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ കന്യാമറിയാം അന്നത്തെ ഏറ്റവും കുലീനയായ സ്ത്രീയല്ലായിരുന്നു നമുക്കറിയാം. ഇപ്പോൾ രാജഗൃഹത്തിൽ നിന്ന് ഒരു സ്ത്രീയോട് ദൈവം പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ പറയുമ്പോൾ പണി നോക്കാൻ പറയും. അല്ലാതെ മറിയ പറഞ്ഞതുപോലെ ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കുബേര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും പറയുകയില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവത്തിൽ ഭോഷമായത് തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഭോഷത്വത്തിൽ തന്നെ തുടരുമെന്നാണോ ഈ പറയുന്നത്? എന്താണ് നാം പറയുന്നതിനും മറ്റുള്ളവരോട് അറിയിക്കുന്നതിനും അല്പമെങ്കിലും ഒരു ലക്കും ലഗാനും വേണ്ടായോ? പിന്നെ എന്താണ്? ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായതിനെ. അതിൻ്റെ അർത്ഥം ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിട്ട് കഴിയണമെന്നാണോ? പക്ഷപാത രോഗിയെപ്പോലെ അവിടെ കിടക്കണമെന്നാണോ? എന്താണ് ഈ പറയുന്നത്? ദൈവം തിരഞ്ഞെടുത്താൽ നാം രൂപാന്തരപ്പെടും. ലോകത്തിൻ്റെ ബുദ്ധിയെ കവിയുന്ന ആത്മീയ അധികാരം നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കും എന്നൊക്കെ പറയുകയും അതേ സമയത്ത് നാം ഇങ്ങനെ ഭോഷന്മാരാണ്, മണ്ടന്മാരാണ്, ബലഹീനന്മാരാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോണം എന്ന് പറയുകയും ചെയ്യുന്ന ഈ പൊട്ടത്തരം, ഈ അശുദ്ധ വിശുദ്ധ മണ്ടത്തരം മനസ്സിലാക്കുവാൻ, അതിൻ്റെ അപകടം മനസ്സിലാക്കാൻ ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് യേശുവിൻ്റെ കാഴ്ചപ്പാട് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. യേശു എന്താണ്, എങ്ങനെയാണ് നമ്മെ കാണുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കോപിച്ചാൽ നിങ്ങൾ ന്യായവിസ്താരത്തിൽ അകപ്പെടേണ്ടി വരും. എന്നാൽ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാലോ നീ നരകത്തിൽ പോകുമെന്നാണ് പറഞ്ഞു. സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, പുഴുവെന്ന് വിളിച്ചാൽ, മണ്ടനെന്ന് വിളിച്ചാൽ അവനൊരു സാധ്യതയുമില്ല, അവൻ വെറും 0 ആണെന്ന് പറഞ്ഞാൽ നീ നരകത്തിൽ പോകും. സത്യമായും യേശു പറഞ്ഞ ഈ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, അതിൽ നാം വിശ്വസിച്ചാൽ സംശയിക്കേണ്ട, ഭൂരിപക്ഷം മെത്രാന്മാരും കത്തനാന്മാരും പ്രത്യേകിച്ച് പാസ്റ്റർമാരും ഇവാഞ്ചലിക്കൽ തതോട്ടപ്പന്മാരും എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു പറഞ്ഞു അവർ നരകത്തിൽ പോകും. മനുഷ്യനെ പുഴുവാക്കുകയും മൂഢനാക്കുകയും ആജീവനാന്തവനെ പിണ്ണാക്കാക്കുകയും ഊഞ്ഞാലാട്ടുകയും ചെയ്യുന്ന, അതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഈ വർഗം ശപിക്കപ്പെട്ടവരാണ്. സംശയിക്കേണ്ട. നിങ്ങൾ യേശുവിൻ്റെ ദൗത്യം ശ്രദ്ധിക്കൂ. ആദ്യം മുതൽ അവസാനം വരെ യേശുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ എന്താണ്? മനുഷ്യരെ ഉദ്ധരിക്കുക. കാണാതെ പോയതിനെ തിരഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തുവാനല്ലോ ദൈവം വന്നത്. ഈ കാണാതെ പോയ അവസ്ഥയിലാണ് മനുഷ്യൻ പുഴുവായി പോകുന്നത്. കാണാതെ പോയ അവസ്ഥയിലാണ് മനുഷ്യൻ മണ്ടനായിരിക്കുന്നത്. മാത്രവുമല്ല, പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മോശമേറിയവരും ബലഹീനരുമാണ്, ലോകത്തിൻ്റെ കണ്ണിൽ. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും മണ്ടന്മാരാണെന്നും അവർ ബലഹീനരാണെന്നും അവർക്ക് യാതൊരു വിലയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ എല്ലാ സഹോദരങ്ങളെ കാണുന്നത്, ലോകത്തിൻ്റെ കണ്ണിൽ കൂടെയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവർ മാമോൻ്റെ കണ്ണിൽ കൂടെയാണ് കാണുന്നത്. കാരണം അങ്ങനെ മനുഷ്യൻ്റെ ബലഹീനമായ അവസ്ഥ നിലനിന്നാൽ മാത്രമേ
അവർ ഞങ്ങളെ ആശ്രയിക്കുകയുള്ളൂ. അങ്ങനെ ആശ്രയിക്കുന്നവരെ മാത്രമേ, അവരെ കൊണ്ട് മാത്രമേ നമുക്ക് പണമുണ്ടാക്കാൻ, ലാഭമുണ്ടാക്കുവാൻ, കൊയ്ത്തുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് മാത്രമാണ് ഈ ജൽപ്പന നടത്തുന്നത്. അല്ലാതെ ഇത് കേൾക്കുന്നവർക്ക് ഏതെങ്കിലും ആത്മീയമായ വർധന വരുത്താനോ അവർ ഏതോ ഉത്തേജനം അല്ലെങ്കിൽ പ്രോത്സാഹനം പ്രാപിച്ച് മുൻപോട്ട് പോകണം എന്ന ഉദ്ദേശത്തിലല്ല ഇവർ പറയുന്നതെന്ന് ആർക്കാണ് മനസ്സിലാക്കാനും പ്രയാസം. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ നോക്കുമ്പോൾ മറ്റൊരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ ഭൃത്യന്മാരെ പോലെ അല്ല കരുതുന്നത്, എൻ്റെ കൂട്ടുകാരെ പോലെയാണ്. ഐ ഡോണ്ട് ട്രീറ്റ് യു ലൈക്ക് സെർവൻസ്, ഐ റിഗാർഡ് യു ആസ് മൈ ഫ്രണ്ട്സ്. പുഴുവായ യാക്കോബേ. ഇപ്പോഴും എന്നാലും വിടത്തില്ല. പാസ്റ്റ് പുഴുവായ യാക്കോബിൻ്റെ വാല പിടിച്ച് നിൽക്കും. യേശു എന്താണ് പറയുന്നത്? നീ പുഴുവുമല്ല, നീ പിണ്ണാക്കുമല്ല, നീ എൻ്റെ കൂട്ടുകാരനാണെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ആർക്ക് യേശുവിനെ കൈക്കൊള്ളുകയോ അവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്കും, പുഴുവായ യാക്കോബിനും യാക്കോബിൻ്റെ പിന്നത്തെ അവകാശികൾക്കുമൊക്കെ എന്താണ്, അവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. പക്ഷേ എന്നാലും പാസ്റ്റർ പറയും നമ്മൾ ദൈവമക്കളായ പുഴുക്കളാണ്, പുഴുവായ യാക്കോബെ, വിടത്തില്ല. ഇതാണ് പരിപാടി. അയ്യോ കഷ്ടം. അപ്പോൾ ഇത് മനസ്സിലാകും. ഇനി ഇതൊന്നും വേണ്ട, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനയച്ചു? മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയ വില തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ക്രൂശിൽ യാഗമായി അർപ്പിച്ചു. A greatest statement of potential human worth can never be imagined. മനുഷ്യനെ ദൈവം ഉയരത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ വിലയുടെ മാഹാത്മ്യം എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഇതിനപ്പുറത്ത് യാതൊരു ആധാരവും യാതൊരു തെളിവും ആവശ്യമില്ല. പക്ഷേ എന്നാലും പാസ്റ്റർ വിടത്തില്ല, പുഴുവായ യാക്കോബേ. എന്തു ചെയ്യും? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പുരോഹിതവർഗം മനുഷ്യർ വെറും പുഴുക്കളാണെന്നും പിണ്ണാക്കളാണെന്നും പറഞ്ഞ് അവരുടെ തലച്ചോറ് പിണ്ണാക്കാക്കുന്നത്? അവരിൽ എന്തെങ്കിലും പ്രത്യാശയുണ്ടെങ്കിൽ, എന്തെങ്കിലും ആത്മീയമായ ആവേശമുണ്ടെങ്കിൽ, എന്തെങ്കിലും മുൻപോട്ട് പോകാനൊരു പ്രേരണയുണ്ടെങ്കിൽ ആ വിളക്ക് എന്തുകൊണ്ടാണ് ഇവർ കെടുത്തിക്കളയുന്നതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇതിൽ ഒരു വലിയ മനഃശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ഇത് പൈശാചികമായ മനഃശാസ്ത്രമാണ്. ഒരു വ്യക്തിക്ക് ആത്മാഭിമാനമുണ്ടാകണമെങ്കിൽ അവന് സ്വന്തം വിലയുണ്ട് എന്ന് മനസ്സിലാകണം. അത് കണക്കാക്കിയാണ് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ എന്നിപ്പോഴും പറയും വേണമെങ്കിൽ. പുഴുവായിട്ടല്ല നമ്മെ സൃഷ്ടിച്ചത്, ദയവായി മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വില എത്ര വലിയതാണ്, അതിനെ അളക്കുവാൻ ലോകത്തിലൊരു അളവുകോലില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ എനിക്ക് വിലയുണ്ട് എന്ന് ബോധ്യമായ ഒരുത്തനും സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, ആരുടെയും ആശ്രിതരായോ അടിമകളായോ അവരുടെ മനുഷ്യ അന്തസ്സിനെ കെടുത്തിക്കളയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഇരയായോ നിൽക്കുകയില്ല. മാത്രമല്ല, പൊട്ടത്തരം കണ്ടാൽ പൊട്ടത്തരമാണെന്ന് വിളിച്ചു പറയുകയും രാത്രി കണ്ടാൽ അത് രാത്രിയാണ്, വെളിച്ചമല്ല എന്ന് പറയുകയും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾക്കുമായിട്ട് ഞങ്ങൾക്ക് പങ്കില്ല എന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്താൽ ഈ പറയുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമാണ്, തട്ടുകേടാണ്. അപ്പോൾ മനുഷ്യരെ ആശ്രിതരായി ഓരോ സഭാവിഭാഗങ്ങളുടെ എരുത്തിലിൽ കന്നുകാലികളെപ്പോലെ കെട്ടിയിടണമെങ്കിൽ അവർക്ക് കന്നുകാലികൾക്കുള്ള വില പോലുമില്ല എന്നത് നിരന്തരമായി അവരുടെ മനസ്സിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുഴുവായ യാക്കോബേ. അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത സുദർശൻ ഫ്രാങ്കിൻ്റെ കൂട്ട്
യു യു ആർ ഡേർട്ടി റാഗ്സ് എന്ന്. അദ്ദേഹം അതല്ല, ഞാൻ മാത്രമാണ് ഡേർട്ടി റാഗ്സ്. അദ്ദേഹത്തിന് പറയുന്നത്, ഞാൻ രക്ഷയുടെ മേലങ്കി ധരിച്ച ദൈവ പൈതലാണ്. നീയോ ഡേർട്ടി റാഗ്സ്, കറപുരണ്ട ജീർണിച്ച വസ്ത്രമാണ് നീ. ഞാനോ രക്ഷണ്യ വസ്ത്രം, അത് മിന്നൽ പോലെ വിളങ്ങുന്ന ശുഭ്രവസ്ത്രധാരിയായ സുദർശൻ ഫ്രാങ്കും കറപുരണ്ട കീറത്തുണി എടുത്ത് നിൽക്കുന്ന വത്സൻ തമ്പും, പുഴുവായ യാക്കോബേ. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റൊരാളെ സ്വന്തം കാലിൻ്റെ കീഴിലിട്ട് ചവിട്ടുവാൻ, എത്ര ചവിട്ടിയാലും അവൻ തിരിഞ്ഞൊന്ന് പ്രതിഷേധിക്കാതിരിക്കാൻ, അങ്ങനെ ആ പ്രവൃത്തി ചെയ്ത് അതിൽ സായുജ്യമടയുവാൻ താല്പര്യമുള്ള ഏവർക്കും പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തിയേറിയ തന്ത്രമാണ് പുഴുവായ യാക്കോബേ. ഇത് മനസ്സിലാക്കുക. എന്നാൽ യേശു നേരെ മറിച്ചാണ്. സ്വന്തം ജീവൻ നൽകി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയണോ? ദൈവം വിഭാവന ചെയ്ത വില തിരിച്ചു കിട്ടുവാൻ ഏത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ യേശുവിൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീരെ നികൃഷ്ടമായ യേശുവിനോട് ഇടപെട്ട ആളുകളെ പോലും പുഴുവെന്നോ പിണ്ണാക്കെന്നോ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂനിയായ സ്ത്രീയോടും രക്തസ്രാവമുള്ള സ്ത്രീയോടും സക്കായിയോടും ഒക്കെ പറയുന്നത് എന്താണ്? നീയും അബ്രഹാമിൻ്റെ മകൻ, നീയും അബ്രഹാമിൻ്റെ മകൾ എന്നല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ 4 സുവിശേഷം ഒന്ന് വായിച്ചു നോക്കണം. എന്നെ ചെറുപ്പം മുതലേ ഏറ്റവും അധികം ആകർഷിച്ചത് മനുഷ്യ അന്തസ്സിനോട്, ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ വിലയോട് ഇത്രമാത്രം ആരാധനാ തുല്യമായ ബഹുമാനം പുലർത്തിയ മറ്റൊരു വ്യക്തിത്വം, യേശുവിനെ പോലെ മറ്റൊരു വ്യക്തിത്വം ചരിത്രം കണ്ടിട്ടില്ല. ആ യേശുവിൻ്റെ പേരിലാണ് പാസ്റ്റർമാരും കീസ്റ്റർമാരും പുഴുവായ യാക്കോബേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത് വലിയ അപകടമായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഉണ്ടാകണം. ഇങ്ങനെ പറഞ്ഞ ജനങ്ങളുടെ ആത്മീയ മാനുഷിക അന്തസ്സിനെ ചവിട്ടിമെതിക്കുകയും അതുകൊണ്ട് ഉദരപൂർണ്ണം നടത്തുവാൻ മാത്രം താല്പര്യപ്പെട്ട് തന്ത്രം പ്രയോഗിച്ച് നടക്കുന്ന ആളുകൾ പൈശാചിക വൃത്തിയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയ വിവേചന ശക്തി നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കുകയും ചെയ്യണം. നാം ദൈവം നമുക്ക് നൽകി കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ വിശ്വസിക്കണം. മറ്റുള്ളവൻ്റെ വായിൽ നിന്ന് വീഴുന്ന അബദ്ധജനിതമായ പ്രസ്താവനകളല്ല. നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് അനുദിനം പകർന്നുകൊണ്ടേയിരിക്കുന്ന ആ ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ് അഷ്വറൻസ്, അങ്ങനൊരു പാട്ടല്ലേ, ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ. അതുപോലെ നാം പാടണം. എന്താണ് എൻ്റെ ബ്ലെസ്സഡ് അഷ്വറൻസ്? ദാറ്റ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ആന്തരികമായ ആത്മബലം എന്താണ്? ഞാനൊരു ദൈവ മകനാണ്, ദൈവ മകളാണ്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വില കാണുവാൻ ലോകത്തിന് കണ്ണില്ല. അത് ലോകത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക്, ആ ഒരു തലത്തിലെത്തിയവർക്ക് ആരുടെയും കസേരയുടെ ആവശ്യമില്ല, ഒരു നെറ്റിപ്പട്ടത്തിൻ്റെയും ഒരു കോസ്റ്റ്യൂമിൻ്റെയും ആവശ്യമില്ല, ഒരു സോഷ്യൽ സ്റ്റേറ്റസ് സിമ്പിളിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് ധൈര്യത്തോടെ യേശു പറഞ്ഞത്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അതേ സ്വരത്തിൽ പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാണ് മനുഷ്യൻ്റെ വില. അതാണ്. ഇനി മനുഷ്യൻ്റെ വിലയെപ്പറ്റി 1-2 വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇത് വളരെ വളരെ പ്രാധാന്യമർഹം. നിങ്ങൾ ദയവായി ഇത് കഴിയുമെങ്കിൽ 1-2 തവണ ഇത് കണ്ട് ധ്യാനിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ വില തിരിച്ചു കൊടുക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ആത്മീയമായ ദൗത്യത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണം 2-3 മിനിറ്റിൽ ചില കാര്യങ്ങളുമായി പങ്കിട്ടിട്ട് ഞാനത് ഉപസംഹരിക്കുന്നതായിരിക്കും. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിക്കുമ്പോൾ
അതിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് വാക്കുകളിൽ കൂടെയാണെങ്കിലും പ്രവൃത്തിയിൽ കൂടെയാണെങ്കിലും മനുഷ്യൻ നിരന്തരമായി ആത്മാവിൽ വളരണം, മാത്രവുമല്ല സമഗ്രമായി വളരണം. ഓൾ റൗണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകാനും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായി നാം വളരണമെന്നല്ലേ അർത്ഥം. അല്ലാതെ പുഴുവായി യാക്കോബേ എന്ന് പറഞ്ഞ് 50 വർഷം ഇരുന്നാൽ നിങ്ങൾ എങ്ങനെയാണ് യേശു വിഭാവന ചെയ്ത സമൃദ്ധമായ ജീവൻ എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട്ടടി മുൻപോട്ട് വെക്കുന്നത്? ദയവായി ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ സഭാകൂട്ടങ്ങളിൽ, ആരാധനാ കൂട്ടങ്ങളിൽ, ഫെലോഷിപ്പുകളിലൊക്കെ ആളുകൾ ഇരുന്ന് ചൊറി കുത്തുന്നതും ഞരങ്ങുന്നതും നിരങ്ങുന്നതും ഉറക്കം തൂങ്ങുന്നതും അവരുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മീയമായ ഇൻസ്പിറേഷനും അനുഗ്രഹവും ജീവനും അനുഭവിക്കാതെ മറ്റൊരു മാർഗവുമില്ലാതെ ഇങ്ങനെ ഉണങ്ങി കരിയില പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കൈയടിച്ച് പാടും, എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം, എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം, എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ അങ്ങനെയല്ല നമ്മൾ പാടും, ചുമ്മാ തമാശനങ്ങനെ നാക്കിയതാണ്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദയവായി കർത്തൃനാമത്തിൽ എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ പുഴുവല്ല, നിങ്ങൾ പിണ്ണാക്കല്ല, നിങ്ങൾ ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതമത്രേ. ആമേൻ, ഹല്ലേലൂയ.